ഹായ് എവ്രി വൺ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ 8 വർഷത്തെ എൻ്റെ IT പ്രൊഫഷൻ ഞാനൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ടാണ്. ബ്രേക്ക് എടുക്കാൻ കാര്യം ഡെഫിനറ്റ്ലി 8 വർഷം നമ്മളൊരു സ്ഥലത്ത് കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നു. കുറച്ച് എന്താ പറയുക, പേഴ്സണൽ ടൈം, പിന്നെ കുറച്ച് മെൻ്റലി ഫിസിക്കലി ഒക്കെ ഒന്ന് സെറ്റ് ആവണം എന്ന് തോന്നി. സോ അങ്ങനെ ഒരു ബ്രേക്ക് എടുത്തു. മാത്രമല്ല കുറച്ച് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല, ഞാൻ കുറച്ച് ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 1-2 പ്രോജക്ട്സിൻ്റെ സംഭവങ്ങളും വരുന്നുണ്ട്. സോ എന്തെങ്കിലുമൊക്കെ കൺഫേം, അതിൻ്റെ ഒരു പക്ക കൺഫേം ആയിട്ട് ഞാൻ അപ്ഡേറ്റ് പറയാം. സോ സംതിങ് ഈസ് ദെയർ, ഓക്കെ, സംതിങ് ഈസ് കുക്കിംഗ് എന്നുള്ളത് തന്നെയാണ്. ആൻഡ് ഓൾസോ മീൻ വൈൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ചൊന്ന് നമ്മളൊരു ബ്രേക്ക് എടുക്കുമ്പോൾ കുറച്ചൊരു നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്തൊക്കെ നമ്മൾ ശരിയാക്കാൻ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഞാൻ ഈ നമ്മുടെ ജ്വല്ലറി മേക്കിംഗ്, ഓക്കെ, ആർട്ടിഫിഷ്യൽ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ്. ഞാൻ പൊതുവേ ക്രാഫ്റ്റിലൊക്കെ അത്യാവശ്യം ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ ടൈം കിട്ടാറില്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് നാളായിട്ട് എനിക്കിങ്ങനെ ആർട്ടിഫിഷ്യൽ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ കുറച്ചിങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു എന്താ പറയുക, നമ്മുടെ പീരിയഡ് കുറച്ച് യൂസ്ഫുൾ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആർട്ടിഫിഷ്യൽ ജ്വല്ലറീൻ്റെ മേക്കിങ്ങിനുള്ള സാധനങ്ങളൊക്കെ ഇന്ന് കുറച്ച് മേടിച്ചു. സോ ട്രൈ ചെയ്യാം എന്നുള്ളതാണ്. എന്നിട്ട് ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ മേക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോസിലായിട്ട് ഇടുന്നുണ്ടായിരിക്കും. അപ്പം ഞാനിപ്പോൾ കുറച്ച് അതിൻ്റെ സ്റ്റാർട്ടിങ് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഒരു മേ ബി ഇതൊരു എൻ്റെ ഫസ്റ്റ് ഇൻവിസിബിൾ ചെയിൻ മേക്കിംഗ് ആണ്. സോ അപ്പം ഞാൻ വിചാരിച്ചു അത് നിങ്ങളെല്ലാം കൂടി എത്തിക്കാം എന്നുള്ളത്. സോ എല്ലാ പേരും എൻ്റെ വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. സോ ഇനി അങ്ങോട്ട് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ഞാൻ പറയുന്ന പോലെ അത്യാവശ്യം ഞാൻ കുറച്ച് എന്താ പറയുക, കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് കുറച്ച് കൂടുതൽ ഇൻവോൾവ് ആവാനാണ് തീരുമാനം. സോ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടും നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പം കൂടുതൽ ഇനി സംസാരിച്ച് സമയം കളയുന്നില്ല. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആദ്യം എടുത്തിരിക്കുന്ന ഒരു പാലക്കയാണ്. ശരിക്കും ഞാൻ പാലക്കേൻ്റെ ഈ ലോക്കറ്റാണ് മേടിച്ചത്. സോ ഞാനിപ്പോൾ ഇതിന് മാച്ചിങ് ആയിട്ട് ഗുങ്കുറൂസ് ആഡ് ചെയ്യണം. കാരണം ഇതിൽ മേടിക്കുമ്പം ഗുങ്കുറൂസ് ഇല്ല, അത് ഇടാനുള്ള സ്ലോട്ട് ഉണ്ട്. ഞാൻ ഈ ഗുങ്കുറൂസ് റെഡിമെയ്ഡ് അല്ല, ഞാൻ തന്നെ ചെയ്തിടാണ്. എങ്ങനെയാണ് ഗുങ്കുറൂസ് ചെയ്യുന്നതെന്ന് ആദ്യം കാണിക്കാം. ഓക്കെ, സോ പാലക്കേൻ്റെ ഒരു ഇൻവിസിബിൾ ചെയിനാണ് ഞാൻ ഉണ്ടാക്കാൻ നോക്കുന്നത്. ഓക്കെ, സോ അതിൽ ഓൾറെഡി ഞാൻ കാണിച്ചതിൽ പാലക്ക ഞാൻ ഇട്ട ഗുങ്കുറൂസിൽ കണ്ടു. അപ്പം നമുക്ക് ഇതുപോലെ കണക്റ്റേഴ്സാണ് വേണ്ടത്. ഇത് ഇങ്ങനെ ചെറിയ ചെറിയ റിങ്സ് ആണ്, ഇത് ഓപ്പൺ ആക്കാൻ പറ്റും. ഇതിലോട്ടാണ് നമ്മൾ ഗുങ്കുറൂസ് ഓരോന്നായിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഗുങ്കുറൂസ്. അപ്പം മാച്ചിങ് ആയിട്ടുള്ള ഞാനൊരു മറൂൺ പാലക്കേൻ്റെ ഇതാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ മറൂൺ ഗുങ്കുറൂസ് ആണ് ഇടുന്നത്. അപ്പം ആദ്യം ഞാൻ നേരത്തെ കാണിച്ച കണക്റ്റില്ലേ, അതിലേക്ക് ഈ ഗുങ്കുറൂസ് ഒരു 3-4 ഇട്ട്, ഞാൻ 3 ഇട്ടിട്ടാണ് നമ്മൾ ആ പാലക്കേൻ്റെ ലോക്കറ്റിൻ്റെ അടിയിൽ ഒരു ഹോളുണ്ട്, നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാനായിട്ട്, അതിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. സോ ഓൾറെഡി ആദ്യം കാണിച്ചത് ആ റിങ് നമുക്ക് ഇതിലേക്കാണ് ഗുങ്കുറുവിനെ ഇടുന്നത്. എന്നിട്ട് ആ റിങ്ങാണ് നമ്മൾ പാലക്കേൻ്റെ ലോക്കറ്റിലുള്ള സ്ലോട്ടിലേക്ക് ഇട്ട് ടൈറ്റ് ആക്കുന്നത്. സോ ഈ റിങ് ഓൾറെഡി ഭയങ്കര ക്ലോസ് ആയിട്ട് വെച്ചിരിക്കും. അപ്പം നമ്മൾ ഒരു ചെറിയ പ്ലെയർ വെച്ചിട്ട് അതൊന്ന് കുറച്ചൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. കാണുമോ? ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ ഗുങ്കുറൂസിനെ കണക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഞാനൊരു 3 എടുത്തിട്ടുള്ളത്. ഇങ്ങനെ കാണാമോ? ഓക്കെ, സോ ഇങ്ങനെ കണക്റ്റഡ് ആക്കി. ഓക്കെ, കാണാമല്ലോ. ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ലോക്കറ്റിൽ ഈ ഇപ്പം എടുത്തിരിക്കുന്ന സംഭവത്തിനെ നമ്മുടെ ലോക്കറ്റിൽ ഒരു സ്ലോട്ടിലേക്ക് നമ്മൾ മെല്ലെ ഇട്ടിട്ട് നമ്മൾ പ്ലെയർ വെച്ചിട്ട്
മെല്ലെ അതിനെ ടൈറ്റാക്കാം. ഓക്കെ, ടൈറ്റാക്കിയിട്ട് കഴിയുന്നതും അതിനെ കറക്റ്റ് മറ്റതിലോട്ട് തന്നെ ഇളകി പോകാണ്ട് നമ്മൾ ശ്രദ്ധിച്ച് അതിനെ ചേർത്ത് വെക്കാം. ഓക്കെ, സി ഇതിലുണ്ടോ, കാണാം പറ്റുന്നുണ്ടോ? കറക്റ്റ് കണ്ടോ, ഗ്യാപ്പില്ലാണ്ട് നമ്മളതിനെ കണക്ട് ചെയ്യാം. സോ അതിങ്ങനെയായി. ഇനി ഒരു 3 എണ്ണം കൂടി ഇതുപോലെ കണക്ട് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. സോ ഞാൻ എല്ലാ ഗുങ്കുറൂസും കാണാമോ നന്നായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, എവിടെയും ഗ്യാപ്പില്ലാണ്ട്. ഓക്കെ, സോ അതാണ് ഇമ്പോർട്ടൻറ്റ്. സോ സി എവിടെ കാണുന്നുണ്ടോ? ഓക്കെ, ഷുവർ. നന്നായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് ബാക്കി സ്റ്റെപ്പ്. ഓക്കെ, സോ അതിൻ്റെ മെയിൻ ലോക്കറ്റ് റെഡി. ഞാൻ അതിൻ്റെ കൂടെ 2 പാലക്കയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇങ്ങനെ ഒരു സൈഡിൽ ഒരു ചെറിയ വെള്ള സ്റ്റോണുള്ള സംഭവം. ഓക്കെ, സോ ഇൻവിസിബിൾ ചെയിന് അതിൻ്റെ ഇതാണ് ഇൻവിസിബിൾ ചെയിൻ. സോ ഞാൻ എൻ്റെ കഴുത്തിൽ ഇത് വർക്ക് ചെയ്ത് വരുമ്പോൾ ഇത്രയും ഹൈറ്റ് എൻ്റെ കഴുത്തിൻ്റെ അളവിലാണ്. അത് നമുക്ക് ഇറക്കി ചെയ്യാം, കുറച്ചും കൂടെ വേണമെങ്കിൽ കയറ്റി ചെയ്യാം. ഞാൻ കുറച്ച് കംഫർട്ടബിളായിട്ട് ഞാൻ ഈ ഒരു പോർഷൻ വരെ ഞാൻ ലെങ്ത് എടുത്തിട്ടുണ്ട്. സോ ഞാൻ ഫൈനൽ ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മറ്റതിട്ടിട്ട് എനിക്ക് അത്ര സുഖം തോന്നിയില്ല. അപ്പം ഞാൻ 2 ഗോൾഡൻ ബോൾസ്. ഓക്കെ, ആൻഡ് അറ്റത്ത് ഇതിൻ്റെ ഏറ്റവും അറ്റത്ത് കാണുന്നത് നമ്മുടെ ഗിയർ ലോക്കാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇതിനി നമ്മൾ അളവ് കറക്റ്റ് ഇങ്ങനെ പിടിക്കുക. ഓക്കെ, ഇത്രയും ക്ലോസറായിട്ട് പിടിച്ചിട്ട് നമ്മുടെ പ്ലെയർ എടുക്കുക. പ്ലെയർ എടുത്ത് ആദ്യം ഒരു ഗിയർ ലോക്കിൽ നല്ലോണം പ്രസ് ചെയ്യാം. സോ അതിങ്ങനെ ചപ്പിയിട്ടുണ്ടാവും. ഓക്കെ, കാണാവോ? ഓക്കെ, പിന്നെ ഈ സൈഡിലോട്ട് മൂവ് ചെയ്യില്ല. സോ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലതും നമ്മൾ മാക്സിമം അതിലേക്ക് ക്ലോസറായിട്ട് പിടിച്ചിട്ട് വേണം ഇങ്ങനെ ടൈറ്റാക്കി പിടിക്കുക. ഓക്കെ, എന്നിട്ട് മാക്സിമം ഇങ്ങനെ ക്ലോസറായിട്ട് പിടിച്ചിട്ട് വേണം നമ്മൾ ആദ്യമൊക്കെ ശ്രദ്ധിക്കണം, കയ്യിലൊന്നും പിടിച്ച് അമർത്തരുത്. ഓക്കെ, സോ ഇനി ലോക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങില്ല. ആൻഡ് സി നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് 2 ലോക്കറ്റും കൂടി ഇടാം എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. 2 4 നമുക്ക് സൈഡിൽ ചേർക്കാം. നോക്കട്ടെ എങ്ങനെയാണ് ഭംഗി നോക്കിയിട്ട്. സോ ഇതിപ്പോൾ ഇങ്ങനെ വരും. ഞാൻ വിചാരിക്കണോ അത്യാവശ്യം സ്പേസ് ഉണ്ടല്ലോ, നമുക്കൊരു 4 എണ്ണം ചെറുതിടാം. ഓക്കെ, അപ്പോൾ ബാക്കി ഇട്ടിട്ട് ഞാൻ എങ്ങനെയാണെന്ന് കാണിക്കാം. സോ ഇവിടെ ഞാൻ 2 സൈഡിലും ഗിയർ ലോക്ക് കൊടുത്തു. ഇനി നമുക്ക് വേണ്ട അടുത്ത പാലക്കേണ്ട ചെറിയത്. സോ അത് നമ്മൾ ഈ ഹോളിൽ കൂടെ സോ ഇത് കണക്ട് ചെയ്തു. സോ ഈ 2 സൈഡിൽ പെൻഡൻറ്റ് വെച്ചു. വേണമെങ്കിൽ ഇത്രയും വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം, 3 പെൻഡൻറ്റ് ആയിട്ട്. അതല്ലെങ്കിൽ രണ്ടെണ്ണം ഈ സൈഡിലും കൂടെ കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഇത് ഇത്രയും കയറ്റി ഇത്ര ഇടുമ്പോഴേ ഈ 3 എണ്ണം ഉള്ളതായിരിക്കും ഭംഗി. സോ 3 എണ്ണം ഉള്ളത് വെച്ചിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, എന്തായാലും ആദ്യത്തെ ഇൻവിസിബിൾ ചെയിൻ മേക്കിംഗ് അല്ലേ, അപ്പോൾ ഇത്രയും സത്യത്തിൽ ഞാൻ തന്നെ ഞെട്ടി, എനിക്ക് ഇത്രയും പറ്റിയെന്നുള്ള. ഇനി നമുക്ക് ഇതിൻ്റെ കൊളുത്ത് ഞാൻ ഇട്ടിട്ടില്ല, കൊളുത്തും കൂടി ഇടുന്ന എങ്ങനെയാണെന്ന് നോക്കാം, എന്നിട്ട് ഫൈനൽ. സോ ഇനി ഫൈനൽ സ്റ്റെപ്പ്, നമ്മൾ ഇതിന് ലോക്ക് ഇടാൻ പോവുക. ഓക്കെ, അതായത് എൻഡിൽ നമുക്ക് ഞാനിപ്പോൾ ഫിഷ് ഹുക്കാണ്
എടുത്തിരിക്കണ നമ്മുടെ ഇങ്ങനത്തെ. അപ്പോൾ ഇതിങ്ങനെ എങ്ങനെയാണ് ഇടുന്നതെന്നുള്ളത്. സോ ഒരു സൈഡിൽ ഞാനിവിടെ ഈ ചെയിൻ ലൂപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് റെഡിമെയ്ഡ് വാങ്ങാനും കിട്ടും. ഇതിപ്പോൾ ഞാൻ ചെയ്തെടുത്തതാണ്, നേരത്തെ കണക്റ്റിങ് ഇത് വെച്ചിട്ട്. സോ ഇതൊരു 4 കണ്ണിയുണ്ട്. ഓക്കെ, ആവശ്യത്തിന് നീളമുണ്ട്. എന്നാലും ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ നീളം കയറ്റണമെങ്കിൽ ഇറക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇത് കൂടെ ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. സോ നമ്മൾ 2 ഗിയർ ലോക്ക് ഇട്ടിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ലൂപ്പിനെ നമ്മളിതിലേക്ക് കൊടുത്തിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടി വേണം നമ്മൾ ഗിയർ ലോക്കിലേക്ക് ഇതിനെ എഡ്ജിന് കയറ്റാൻ. ഓക്കെ, സോ എഡ്ജ് കയറി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനിങ്ങനെ വലിച്ച് ടൈറ്റാക്കുക. കൈയെടുത്താൽ അത് പോവും. സോ കെയർഫുൾ. എന്നിട്ടൊരു പ്ലെയർ എടുത്ത് നമ്മൾ ആ ഗിയർ ലോക്കിനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മളെന്താ രണ്ടാമത് ഒരു ഗിയർ ലോക്കും കൂടെ സേഫ്റ്റിക്ക് ഇട്ടിരുന്നു, എക്സ്ട്രാസ് വരുന്നുണ്ടെങ്കിൽ. സോ അതിനെയും കൂടി എടുത്ത് ഇവിടെ കണക്ട് ചെയ്തിട്ട് അതിനെ പ്രസ് ചെയ്യാം. സോ ഇവിടെ നമ്മുടെ കണ്ണി കണക്റ്റഡാണ്. ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ ഫിഷ് ലോക്ക് ഇടുമ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നേരത്തെ പോലെ 2 ഗിയർ ലോക്ക് ഇട്ടിട്ടുണ്ട്. ഒരു ഗിയർ ലോക്ക് നമ്മൾ താഴോട്ടിട്ടു. ഫിഷ് ലോക്കിൻ്റെ എഡ്ജിൽ ഇതുപോലെ ചെറിയ ഹോളുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഫിഷ് ലോക്കിനെയും ഇതിനകത്ത് കയറ്റുക. എന്നിട്ട് വേണം നമ്മൾ ഗിയർ ലോക്ക്, ആദ്യത്തെ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ എക്സ്ട്രാ ഉള്ളതിനെ കയറ്റാൻ. ഓക്കെ, ഇത് കുറച്ച് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ആദ്യമൊക്കെ കുറച്ച് പാടാണ് കയറ്റാൻ. പിന്നെ നമ്മൾ എക്സ്പീരിയൻസ് വരുമ്പോൾ ശരിയാവും. ഓക്കെ, സോ കയറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ആ എക്സ്ട്രേനെ അവിടെ പിടിച്ചിട്ട് നമ്മൾ ഗിയർ ലോക്കിനെ വലിക്കണം. ഈ വലിക്കുമ്പോൾ ഒരുപാട് നമ്മൾ എക്സ്ട്രാ വെളിയിൽ നിൽക്കണ്ട. ഓക്കെ, എന്നാലും നമ്മൾ വലിച്ച് അതിനെ ടൈറ്റാക്കി. സോ ടൈറ്റാക്കിയിട്ട് നമ്മളൊന്ന് വിട്ടുകളയരുത്, ചിലപ്പം തിരിച്ചിറങ്ങി വരും. സോ എന്ത് ചെയ്യുക, ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ പ്ലെയർ വെച്ചിട്ട് അവിടെ പ്രസ് ചെയ്തു. സോ ലോക്ക് സെറ്റ്. ഇനി ഇനി നമ്മുടെ എക്സ്ട്രാസ് ഉള്ളത് ഞാൻ ഇതിൽ കുറച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ അതൊന്ന് കട്ട് ചെയ്തിട്ട് മറ്റേതിടാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഗിയർ ലോക്കിനെ നമ്മൾ ഈ 2 എക്സ്ട്രാ നിൽക്കുന്നതിനെയും കൂടെ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ എഡ്ജിൽ വെച്ചിട്ട് പ്ലെയർ വെച്ചിട്ട് അതിൻ്റെ എഡ്ജിൽ കറക്റ്റ് പുറത്തോട്ട് നിന്നില്ലെങ്കിലും കുഴപ്പമില്ല, നല്ലോണം പ്രസ് ചെയ്യാം. സോ അതും ലോക്കായി. സോ എൻ്റെ ആദ്യത്തെ ഇൻവിസിബിൾ ചെയിൻ മേക്കിംഗ് സക്സസ്. ഓക്കെ, സോ ഇനി ഇതിട്ട് നോക്കാം. ഇതിൽ നമ്മളിങ്ങനെ കൊളുത്ത് വയ്ക്കണം. സോ ഇതാണ് നമ്മൾ ചെയ്തെടുത്തത്. എങ്ങനെയുണ്ട്? ഇനി ഞാനൊന്ന് കഴുത്തിലിട്ട് കാണിക്കാം. ഓക്കെ, സോ അങ്ങനെ എൻ്റെ ഫസ്റ്റ് ഇൻവിസിബിൾ ചെയിൻ ഞാനിവിടെ സക്സസ്ഫുള്ളി ചെയ്തു. എങ്ങനെ, എല്ലാവർക്കും ഇഷ്ടമായോ? ഞാൻ ഇത്രയും നന്നായിട്ട് വരും എന്ന് വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ സക്സസ്. സോ ഫസ്റ്റ് ഇൻവിസിബിൾ ചെയിനാണ് ഞാൻ ഇത് ചെയ്ത 12:20. ഞാൻ ഇന്ന് വാങ്ങിയിട്ട് വന്നിട്ട് എനിക്ക് ഒരു ക്ഷമയില്ല, ഇന്ന് തന്നെ ചെയ്തേ പറ്റുള്ളൂ എന്നിട്ട്. പക്ഷെ ശരിക്കും എനിക്കിഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് എനിക്ക് കമൻറ്റിൽ പറയാം. ആൻഡ് ഡെഫിനറ്റ്ലി ഇത് കുറേ ഇതുപോലത്തെ ചെയ്യാനുള്ള മോട്ടിവേഷൻ ആയിരിക്കും എനിക്ക്. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.